ഉതുപ്പാ, നിന്നെ ഇന്ന് കാണില്ലെന്ന് കരുതി. എന്താടാ ഗൗരവം? പെണ്ണുകെട്ടി ഗമയായിരിക്കും. എന്താ നോക്കുന്നേ? കണ്ണിന്റെ പോള പൊങ്ങുന്നില്ല. ഇന്നലെ രാത്രി അവൾ ഉറങ്ങാൻ സമ്മതിച്ച് കാണില്ല. നിനക്ക് എന്താടാ? എന്തൊരിപ്പാ, നേരം 3 മണിയായി. എന്നാ നിങ്ങൾ കഴിച്ചോ. ഉതുപ്പ് വന്നാൽ ഞാൻ അവന്റെ കൂടെ ഉണ്ടാവാം. അയ്യോ, അതിന് നിങ്ങളുടെ പൊന്നുമോളെ സമ്മതിക്കണ്ടേ? അവൻ വരാതെ തിന്നത്തില്ലെന്ന്. ഒരു ദിവസം അവന്റെ കൂടെ അന്തി ഉറങ്ങിയതേ ഉള്ളൂ. അവിടെ ഒരു പ്രേമം. നിന്റെ നാവും നടക്കിക്ക്. ഇന്ന് അവരുടെ വിരുന്ന. അവൾ അവന്റെ കൂടെ ഇരുന്ന് ഉണ്ണുന്നതാ ശരി. എനിക്ക് വെച്ചേക്കുന്നു. നീ അവിടെ നിന്ന് കഴിച്ചില്ലേ? കഴിച്ചു. എന്തോ കുലുവായിരുന്നിട്ട് അവിടെ കഴിക്കാൻ. അന്നമ്മയുടെ ലിസിപ്പെണ്ണിന്റെ മുഖം എന്നെ അങ്ങോട്ട് കണ്ടപ്പോഴേക്കും കറുത്തങ്ങ് തുടുത്തു. കല്യാണപ്പിറ്റേന്ന് കയറി ചെന്നല്ലേന്ന് കരുതിയാ, അല്ലെങ്കിൽ ഞാൻ നല്ല വൃത്തിയായിട്ട് ചോദിച്ചേനെ. നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? മിണ്ടാതിരിക്കുന്നത്? എനിക്ക് പെട്ടെന്ന് എന്റെ പ്രാണം പോന്നു. എന്നാ പോയി തിന്ന്, വെട്ടി വിഴുങ്ങ്. ബാക്കി വല്ലതും കൊണ്ട് ഞങ്ങൾക്ക് വെച്ചാ മതി. മോളെ മേരി, അപ്പൊ നിന്ന് ഇറങ്ങിയിട്ട് വരാം. അവൻ എവിടെ പോയെന്ന് നോക്കട്ടെ. മേരിക്കുട്ടിക്ക് അറിയുമോ? ഇല്ല, ഇതുവരെ അറിയില്ല. ഉതുപ്പിനോ? അറിയാമെന്ന് തോന്നുന്നു. അവനറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരുപോലെയാ. മേരിക്കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന. അത് മറന്നുകളെ ജോയി. ഓർക്കുമ്പോൾ ദുഃഖം കൂടും. മറക്കാൻ കഴിയില്ല ലിസി. എന്റെ ജീവിതകാലം മുഴുവനും ഇക്കാര്യം എന്നെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ ഇതെന്നോട് പറയേണ്ടിയിരുന്നില്ല. ഞാൻ പറയരുതായിരുന്നു. ചിലപ്പോൾ ഈ നിലയിൽ നിന്നെ നഷ്ടപ്പെട്ടാൽ പോലും എനിക്ക് ഇത്രയും ദുഃഖമുണ്ടാവാൻ തോന്നുന്നില്ല. ജോയ്, ഒരു സത്യം പറയുന്നു. ഞാൻ നിന്നോട് കളവ് പറയാറില്ലല്ലോ. ജോയ്, മേരിക്കുട്ടി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എനിക്കവളെ ആരെക്കാളും കൂടുതൽ ഇഷ്ടമായിരുന്നു. ഞാനുമായി ഇത്ര അടുപ്പമില്ലായിരുന്നെങ്കിൽ ജോയ്മോൻ മേരിക്കുട്ടിയെ കെട്ടുമായിരുന്നു, ഇല്ലേ? ലിസി, എന്താ നീ പറഞ്ഞത്? പെണ്ണ് അവൾ ആരായാലും അസൂയുള്ളവളാണ്. ഞാൻ മേരിക്കുട്ടിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ ആ വഴിയിൽ ചിന്തിച്ചു. ലിസി, അവളെ ഞാൻ സ്നേഹിച്ചത് ഒരു പെങ്ങളായിട്ടാണ്, കാമുകിയായിട്ടല്ല. ആയിരിക്കാം. എന്നാൽ മേരിക്കുട്ടിയുടെ മനസ്സിൽ ചേട്ടനല്ല, കാമുകനാണ്. ലിസി, എനിക്കറിയാം.